ഫുൾ പ്യൂർ വെജ് വെജിറ്റേറിയൻ അവർക്ക് വേണ്ടിയിട്ടാക്കുന്നത്. ഇന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നെയ്ച്ചോറ്, വെജ് കുറുമ, മീൻ പൊരിച്ചത്, അച്ചന്മാർ, മീൻ കറി, ഇത് ഒരു സ്പെഷ്യൽ. അപ്പോൾ കോൺക്രീറ്റ് ലാരി വന്നിട്ടായി, മെഷീനെല്ലാം ഫിറ്റിംഗ് ആയിന്. അപ്പോൾ ഇതിൽ കോൺക്രീറ്റ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട് പണിൻ്റെ തിരക്കിൽ നമ്മൾ ഈ കുറേ ആയി വീഡിയോ ഇടാണ്ട്. പിന്നെ ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ ഒരു കോൺക്രീറ്റ് നടന്നുകൊണ്ട് നമ്മൾ പാർട്ട് 1 ആക്കിന്, വീട് പണിൻ്റെ പാർട്ട് 2 ആക്കിന്, ഇന്ന് പാർട്ട് 3 ആക്കിന്. പിന്നെ ഇന്ന് കോൺക്രീറ്റ് ആയതുകൊണ്ട് അമ്മയും വന്ന്, പിന്നെ ധന്യ ഒന്ന് ലീവ് ആക്കിന്. പിന്നെ നമ്മളുടെ ഇവിടെ പണിയെടുക്കുന്നവർക്ക് ഒരു ഇച്ചിരി ചോറും കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഓരോന്ന് ചെറുതായിട്ടുള്ള വിശേഷങ്ങളെ നമുക്കിന്ന് കാണാം. അപ്പോൾ അടുക്കളയിൽ ഭയങ്കരമായ കുക്കിംഗ് പരിപാടികൾ നടന്നുകൊണ്ടുണ്ട്. എന്ത് സ്പെഷ്യൽ ഇന്ന്? മീൻകറി ആക്കുന്നുണ്ട്. മീൻകറി റെഡി, പിന്നെ കുറുമ റെഡി, വെജ് കുറുമ. എന്താ ഇട്ടിട്ട്? മഷ്റൂം, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അതെല്ലാം ഇട്ടിട്ട് ഒരു വെജ് കറി, വെജ് കുറുമ. പിന്നെ പനീർ ഇത് അതെന്താ പന്നീരെല്ലാം ആക്കിയോണ്ടല്ലേ? ഒരാൾ ഫുൾ പ്യൂർ വെജ് വെജിറ്റേറിയൻ അവർക്ക് വേണ്ടിയിട്ടാക്കുന്നത്. പിന്നെ ഫ്രൈക്ക് മസാല ആക്കി വെച്ചിന്. പിന്നെ നെയ്ച്ചോറാവണം, കച്ചമ്പർ ആവാനുണ്ട്. നെയ്ച്ചോറാവാനുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളുടേത് ഓപ്പൺ കിച്ചണ്. എന്താ പറഞ്ഞാൽ ഇവിടെ ഓടൊന്നും ഇല്ല, ഓടെല്ലാം എടുത്തിട്ടിന്. നല്ല വെളിച്ചം. അതിനെ കൊണ്ട് ഇന്നൊരു ദിവസം ഓപ്പൺ കിച്ചണ്, നാളെ ഇത് പൂട്ടും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എന്താ ഇത് മീനെല്ലാം ആക്കിയത് പറഞ്ഞാൽ ചിക്കൻ വേണ്ട പറഞ്ഞ് അതിനെ കൊണ്ട് മീനാക്കിക്കൊണ്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതെല്ലാം ആയ പിന്നെ ഒന്ന് വിവരമായിട്ട് കാണാം. നമ്മളുടെ ഇപ്പോഴത്തെ പണി ഇത് ഈ മാതിരി ഉണ്ട്. ഫസ്റ്റ് ഇവിടെ നമ്മളുടെ ഒരു കിച്ചൺ ഉണ്ടായല്ലേ, കിച്ചണിൻ്റെ ഇപ്പറ നമ്മൾ പില്ലർ ഇട്ടിട്ട് ഇതിനെ ലെവലാക്കിയിട്ട് എടുത്തിട്ടുണ്ടായി. ഇപ്പോൾ നമ്മൾ ഇതിവിടെ ഒരു നമ്മളുടെ മെയിൻ മാസ്റ്റർ റെസ്റ്റ് എടുത്തുകൊണ്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മളുടെ പഴയ കിച്ചണിൻ്റെ ചുമറുണ്ടായി, അതെല്ലാം പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കൊടുത്തിന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റെയർ കേസ്. ഇങ്ങനെ പോയെങ്കിൽ ഇവിടെ നിന്ന് ഇത് മുകളിലേക്കുള്ളത്. ഇങ്ങനെ വന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത്ര സ്ഥലം കിട്ടി. ഇത്ര സ്ഥലം കിട്ടീന്. ഇത് തന്നെ സ്റ്റെയർ കേസ്. ഇതിൻ്റെ ഇലക്ട്രീഷ്യൻ പണിയെല്ലാം ആയിന്. ഇന്ന് ഇത് കോൺക്രീറ്റ് ആവും. അപ്പോൾ ഇവിടെ മുകളിൽ വന്നെങ്കിൽ ഇങ്ങനെ ഉണ്ട്. ഇതെല്ലാം താഴെ അപ്പുറം എന്തെല്ലാം ആയിക്കൊണ്ടില്ല. ഇത് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ട്. അപ്പോൾ ഇതന്നെ ഇന്നത്തെ മെയിൻ വിശേഷം. ഇവിടെ കോൺക്രീറ്റ് ആവില്ല. നമുക്ക് കോൺക്രീറ്റ് ആവുമ്പോൾ പിന്നെ ഒരിക്കൽ വൃത്തിയായിട്ട് കാട്ടാം. അപ്പോൾ ഇത് അമ്മ കുട്ടികൾക്ക് പാട്ട് പഠിപ്പിച്ച് കൊടുക്കുമല്ലേ, അത് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കല്ലേ. ഇപ്പൊ പാടുമ്പോൾ ഞാൻ അറിയാത്തങ്ങനെ വന്ന് വീഡിയോ ആക്കിയ പാടുമങ്ങനെ. അവനക്ക് ഈ പാട്ട് പറയുന്നത്ര ചേറിട്ടിട്ടിരുന്നിട്ട് അച്ഛമ്മ അടുത്തിരുന്നിട്ട് മെല്ലെ മെല്ലെ പാടും, അച്ഛമ്മ പാടുമല്ലേ എന്ന്. അതിന് ഞാൻ പാടല്ലേ പാടിക്കൊടുക്കാൻ തോട്ടത്തില്ലേ ഒരു പോട്ടണ വെള്ളക്കാരൻ, വെള്ളക്കാരൻ പണോ വെള്ളിപ്പണോ വേടിക്ക ചെയ്ത ചിന്നപ്പണോ, നൂറാ തോട്ടത്തില്ലേ
ഒരു രൂപ പോട്ടണ വെള്ളക്കാരൻ വെള്ളക്കാരൻ അങ്ങനെ പാടല് പണം അല്ലേ? മേടിക്കൽ ചെയ്താൻ ചിന്ന പണം. അങ്ങനെ നമ്മുടെ ഫുഡ് നെയ്ച്ചോറ്, ഇത് പന്നീർ ഫ്രൈ, മത്തിക്കറി, കച്ചമ്പാറ്, വെജ് കുറുമ, ഇത് മീൻ പൊരിച്ചത്, ഇത് പ്ലേറ്റ്. അപ്പോൾ ഇന്ന് എല്ലാവരും വെജ്ജുകാരായ കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടി ആക്കീന്. അപ്പോൾ നമുക്കെല്ലാം ചോറുണ്ണുമ്പോൾ കാണാം. ഞാൻ ബേക്കുന്നുണ്ട് അമ്മ ബൈക്കിൻ്റെ, ആ ഞാനിവിടെ ബൈക്കാനിരുന്ന് പണ്ടാരി പോയ ഒരു സൈഡായിന്. അതെ പിന്നെ നമ്മളുടെ ആൾക്കാരെല്ലാം ഇവിടെ ഇരുന്നിട്ട് ബൈച്ചുകൊണ്ടുണ്ട്. അതെ ഒരാൾ അപ്പുറത്ത് ഇരുന്നിട്ട് ഗ്യാപ്പിൽ. അപ്പോൾ എങ്ങനെയുണ്ടമ്മ? പാങ്ങുണ്ട് ഇപ്പം എല്ലാം വിധ ആക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയത് കുറച്ചാണ് എടുത്തിന്. എനിക്ക് അത്രയേ വേണ്ടു. അമ്മയ്ക്ക് മീൻ കറിയോ മീൻ ഫ്രൈയോ അതെ വൈറ്റ് റൈസും. അതെ അവരെല്ലാം നെയ്ച്ചോറ് തിന്നുകൊണ്ട് ഞാനും അത്ര തന്നെ വൈറ്റ് റൈസും മീൻ കറിയും മാത്രമേ എടുത്തു. അതെ അപ്പോൾ നമുക്ക് ചോറെല്ലാം വേവിച്ചിട്ട് ഇനി ലേശം നേരം കഴിഞ്ഞതോ ഇത് സ്റ്റാർട്ടാവും. അതെ കോൺക്രീറ്റ് അതെ അതെ കാണാം ബൈക്കാ അല്ലേ? കാണാ ബൈക്കാ. അമ്മ റെസ്റ്റ് എടുത്തോണ്ടുണ്ട്. ഇപ്പൊ 3 ഒരു പാട്ട് എപ്പൂ പറയുന്ന പോലെ. അതെ റെഡി സ്റ്റാർട്ട്. ನಾ ಪುಡಿಕುಂ ಮಪಲದ ನಾಡರಿಂದ ಮನ್ಮಗಂದ ನಾ ಒಡುರ ತೊಪ್ಪುಕುಲ ನಾ ವಾಲನ ಬಿಟ್ಟುಕುಲ ಕೈ ಕಟ್ಟಿ ವಾಯ್ ಕಟ್ಟಿ ನಿಲ್ಲುನ ನಿಕ್ಕನ ಡೋಯ್ ಡಡ 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 ನಾ ಪುಡಿಕುಂ ಮಪಲದ ನಾಡರಿಂದ ಮನ್ಮಗಂದ ನಾ ಒಡುರ ತೊಪ್ಪುಕುಲ വാളന വീട്ടുക്കുള്ള ഇഞ്ഞൊന്നുണ്ടല്ലേ ഇത് എന്ത്? ഇഞ്ഞൊന്നുണ്ടല്ലോ അത് പാട്. പരമശിവ കാലത്തിലിരുന്ന് പാമ്പ് കേട്ടത് കരുടൻ സവിക്കമാ ഇരിക്കും എടുത്തിലിരുന്ന് കൊണ്ടാലെല്ലാം സവിക്കമേ കരുടൻ சொன்னது അതില് അർത്ഥം ഉള്ളത്. അപ്പോൾ ഒരു കന്നഡ പാട്ട് ഇരിക്കട്ടെ, പറയാം. അത് പാട്. നമ്മുടെ കന്നഡ പാട്ട് ബാണധാരിയല്ലേ? ಬಾಣದಾರಿಯಲ್ಲಿ ಸೂರ್ಯ ಜಾರಿ ಹೋದ ಚಂದ್ರ ಮೇಲೆ ಬಂದ ನೋಡು ಎಷ್ಟು ಚಂದ ಮಿಲುಗುತ್ತಾರೆ ಅಂದ ರಾತ್ರಿ ಆಯ್ತು ಮಲಗು ನನ್ನ ಪುಟ್ಟ ಕಂದ ಪುಟ್ಟ ಕಂದ. വെരി ഗുഡ്. അപ്പൊ ഇഞ്ഞൊരു പാട്ട്. ഏത് പാട്ട്? ചിട്ടുക്കുരുവിയാ? ചിട്ടുക്കുരുവിക്ക് എന്നെ കട്ടുപാട് സെൻട്രലേ எது உங்க சொந்த வீடு உலகம் முழுதும் பறந்து பறந்து ஊர்வலம் வந்து விளையாடு. അത്രേ. ഭയങ്കര നല്ല മീനിങ് ഫുൾ പാട്ട്. താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ടായി മകനെ. ഓ അണിയൻ പാടിയെ കൊണ്ട് ഏട്ടൻ വന്നിട്ട് ഇതാ ടീസർ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ മിഞ്ഞാന്ന് ഒരു ടീം എടുത്തിട്ടുണ്ടായി ക്രിക്കറ്റിൻ്റെ ടീം. പൊന്നമ്മ ഇപ്പറുണ്ട്, മണി കൊടുകു സണ്ണ പൊന്നമ്മ ഇപ്പറുണ്ട്. നമ്മളുടെ അലിയൻ്റെ അവരുടെ ചാനൽ KL ബ്രോ അത് ഇപ്പറുണ്ട്. ഇപ്പറും KL ബ്രോ ഉണ്ട്. അപ്പോൾ അതുവയ്ക്കാ അനിയൻ ഇന്ന് പാടി. അടുത്ത വീഡിയോയിൽ നീ പാട്. ഓക്കെ? കോൺക്രീറ്റ് ആക്കാനില്ല മെഷീൻ വന്നിന്. അവർ ഇതിൻ്റെ പൈപ്പ് ലൈൻ ഫിറ്റാക്കി കൊണ്ടുണ്ട്. ഇത് നമ്മളുടെ കോൺക്രീറ്റ് ഉണ്ടല്ലോ, അവിടെ പൈപ്പ് ലൈൻ കൂടെ അവിടേക്ക് പോയിട്ട് സിറ്റ് ആവും. നമ്മളുടെ മരത്തിൻ്റെ മാങ്ങ ഇത്രയേ ആയിട്ടുള്ളൂ. കൈയൊക്കെ കിട്ടണങ്ങനുണ്ട് മാങ്ങ.
കണ്ടമാനം മാങ്ങ പൊടിച്ചു. ഇതേ പൈപ്പ് കൂടെ നമ്മൾക്ക് കോൺക്രീറ്റ് വരില്ലേ, റോട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ കോൺക്രീറ്റ് നടക്കണ്ടല്ല പോകുന്നത്. ഇവിടെ കുട്ടികളെല്ലാം സാലായിട്ട് ഇരുന്നിട്ട് എന്തോ ഭയങ്കര കാര്യങ്ങൾ നടക്കണ്ടെന്നില്ല ഇതിൽ നോക്കിക്കൊണ്ടുണ്ട്. എന്താ ദീക്കെ ടിക്കറ്റ് എടുത്തിട്ടിരുന്ന എങ്ങനെ ഉണ്ട്? വലിയ ഒരു വണ്ടി. അപ്പോൾ കോൺക്രീറ്റ് ലാരി വന്നിട്ടായി, മെഷീനെല്ലാം ഫിറ്റിംഗ് ആയിന്. ഇതാ പൈപ്പ് ലൈന് എവിടെ നിന്ന് കുടിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് അതവിടെ കണ്ടല്ലേ കുത്തനൊന്നും. അപ്പോൾ പൈപ്പിൽ കോൺക്രീറ്റ് ഒരേ പ്രാവശ്യം നല്ല പണി നടന്നുകൊണ്ടിരിക്കും. ഇന്നലെ അമ്മ കോൺക്രീറ്റ് എല്ലാം ആയ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ ഇന്നലെ കോൺക്രീറ്റ് ആയക്കൊണ്ട് ഇതിൽ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ പോയിട്ട് അമ്മേനെ കൂട്ടിയിട്ട് വന്നിന്. അപ്പോൾ അമ്മ നോക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടുണ്ട്. അല്ലേ വാച്ചമ്മൻ്റെ കൈ പിടിച്ചടാ. ഇതന്നെ ഇന്നലെ ഫുള്ള് പണിയായിന്. കമ്പി പിടിച്ചോമ്മ. രണ്ടാമത്തെ സ്റ്റെപ്പും കയറി. ആദ്യത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പൊക്കെ ബാബ കൂട്ടിയിട്ട് വന്നു. ഇപ്പൊ പണിയെല്ലാം ആയ പിന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. അതെപ്പാ അതൊക്കെ ഇങ്ങോട്ട് വാ. അമ്മ പാങ്ങായിട്ടില്ലേ അമ്മ? കൊറേ കഷ്ടപ്പാടിന്റെ ശേഷം പാങ്ങായിട്ടില്ലേ? പാങ്ങായിന് ഇവിടെ നിൽക്കുമ്പോൾ ഇടീ ലോകം കാണുന്ന അങ്ങനെ ആവുന്നുണ്ട്. അയ്യാ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുട്ടി. ഇനി കൊറേ പണികളുണ്ട്. അതെ, എല്ലാം ദൈവം സഹായിച്ചിട്ട് ആയത്ര വേഗം തീരട്ടെ. അതെ, അതെ. അപ്പോൾ ഇതന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആക്കിയിട്ടുള്ള പണി. താഴെ പില്ലർ കൊടുത്തിട്ട് പണ്ട് നമ്മുടെ ടോയ്ലറ്റ് ബാത്റൂം ഇതേ സ്ഥലത്തിലുണ്ടായത്, അത്ര അത് പാങ്ങുണ്ടായിട്ടില്ല. എന്നിട്ട് അവിടേക്ക് പില്ലർ കൊടുത്തിട്ട് നമ്മളുടെ ഫസ്റ്റ് ഉണ്ടായ റൂമിക്ക് ലെവലാക്കിയിട്ട് എടുത്തിട്ട്, അപ്പം വയസ്സന്മാർക്കെല്ലാം സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ നടന്നിട്ട് വന്നിട്ട് ടോയ്ലറ്റ് ബാത്റൂമെല്ലാം യൂസ് ആക്കാനുള്ള ഉദ്ദേശത്തിൽ അത് അങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുക്കളനെ ഫസ്റ്റ് നമ്മളുണ്ടായ അടുക്കളനെ പൊട്ടിച്ചിട്ട് അവിടേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ട് അതിൽക്കൂടെ മുകളിലേക്ക് പോകാൻ ഒരു വയ്യാക്കിയത്. അതന്നെ ഈ സ്റ്റെയർ കേസ്. എന്നിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഇത്ര സ്ഥലം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇപ്പോൾ തൽക്കാലം അതിക്ക് ഈ മുകളിൽ കെട്ടാനുള്ള പ്ലാനൊന്നുമില്ല. അത് റൂപ്പിംഗ് ആക്കിയിട്ട് വിടുമോ. താഴെ ഇപ്പോൾ നമ്മൾ എന്ത് പൊട്ടിച്ചിട്ടിന് ആ അടുക്കള മാത്രമേ ക്ലിയറായിട്ട് എടുക്കാനില്ല പ്ലാനുള്ളത്. അടുക്കളയോ ടോയ്ലറ്റോ ബാത്റൂമോ ഇത് പിന്നെ ഫ്യൂച്ചറിലാക്കാം. അപ്പോൾ
ഇന്നലെ ഇന്ന് കുറേ പണിയുണ്ടായി. കോൺക്രീറ്റ് ലാരി പൈപ്പ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കുണ്ടായി. അതെപ്പാ അപ്പോൾ അതിൻ്റെ ഓരോന്നേ വീഡിയോ ആക്കിക്കൊണ്ടും ഉണ്ടായി. അതെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. അതെ അടുത്ത നല്ല വിശേഷമായിട്ട് വരാം. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. കാണാം. ബൈ. ബായ്.